എലിയെ കൊല്ലാൻ AK-47 വേണ്ട. മോഹൻലാലിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെയാണ് പാകിസ്ഥാനിലെ പന്നികളുണ്ടല്ലോ, പന്നിക്കാട്ടങ്ങളെ പോലെ നടക്കുന്ന തീവ്രവാദികൾ. ആ തീവ്രവാദികളെ കൊല്ലാനായിട്ട് AK-47 തോക്കോ ഒരു പിസ്റ്റളോ പോലും വേണ്ട എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ആര്? അജ്ഞാതൻ. അതെ, അജ്ഞാതൻ പാകിസ്ഥാനിലെ ഒരു ഭീകരനെ അദൃശ്യനായി നിന്ന് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത 2 ദിവസം മുമ്പാണ് വന്നത്. 1-2 ദിവസമായിട്ടേ ഉള്ളൂ ആ വാർത്ത പുറത്തേക്ക് വന്നിട്ട്. എന്നാൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പുറത്തേക്ക് വന്നു. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന ചത്തുപോയില്ലേ ആ ഭീകരൻ, അവൻ്റെ പേര് ഖാരി സയ്യിദ് അബ്ദുൾ അസീസ് എന്നാണ്. ഖാരി സയ്യിദ് അബ്ദുൾ അസീസ്. ഇവൻ 26/11 മുംബൈ അറ്റാക്കിലെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ആളാണ് എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, അവൻ ഇപ്പോഴും ഭീകരപ്രവർത്തനം അതിനീചമായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സീനിയർ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡറാണ് ഈ പറയുന്ന ഖാരി സയ്യിദ് അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഭീകരൻ. ഇവൻ ഇസ്ലാമാബാദിലായിരുന്നു. എന്താണ് സംഭവം എന്ന് ഒന്ന് ചുരുക്കി പറയാം. കഴിഞ്ഞ ദിവസം ഇവൻ പള്ളിയിലേക്ക് പോയി. പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവന്മാരെല്ലാം തീറ്റപ്രാന്തന്മാരും കൂടെയാണല്ലോ ഈ തീവ്രവാദികൾ. അപ്പോൾ അങ്ങനെ ചെന്നിരുന്ന് ഏതോ ഹോട്ടലിൽ പോയി കണ്ണി കണ്ടത് എന്തോ വാരി വലിച്ച് കഴിച്ചിട്ടാണ് നേരെ പള്ളിയിലേക്ക് വന്നത്. നടന്നു വന്ന് പള്ളിയിൽ കയറി, പള്ളിയുടെ പടിയൊക്കെ കയറി മുകളിൽ വന്ന് നിന്നിട്ട് കയ്യിലൊരു ബാഗുണ്ട്, ഇതും വെച്ചിട്ടൊന്ന് കിതക്കുകയാണ്. കിതപ്പ് തീരുന്നില്ല. അവിടെ ഇരുന്ന് ഒരു 2-3 സെക്കൻഡ് ആയപ്പോൾ കുഴഞ്ഞു വീണ് ആ ഭീകരൻ മരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തു. എന്നിട്ട് ഈ ഖാരി സയ്യിദ് അബ്ദുൾ അസീസിൻ്റെ ആ CCTV ദൃശ്യം ചത്തവിടെ കുറച്ചു നേരം കിടന്നു. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോയവരൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നിട്ട് ലാസ്റ്റ് വന്ന ആളാണ് എടുത്ത് നോക്കി, എന്താ തീർന്നു, നോക്കിയപ്പോൾ തീർന്നു. ആ CCTV ദൃശ്യമൊക്കെ പുറത്തേക്ക് വരികയും ചെയ്തു. സാധാരണഗതിയിൽ നമ്മുടെ അജ്ഞാതൻ്റെ ആക്രമണം കണ്ടിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഉണ്ടല്ലോ, പാകിസ്ഥാൻ അനധികൃതമായി പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ഇന്ത്യയുടെ കാശ്മീർ. ആ കാശ്മീരിൽ പ്രസംഗിച്ച ഒരു ഭീകരൻ പറയുകയുണ്ടായി, ഇവിടെ അജ്ഞാതനെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. അജ്ഞാതൻ വരുന്നു, വെടിവെക്കുന്നു, പോകുന്നു. അജ്ഞാതൻ വരുന്നു, വെടിവെക്കുന്നു, പോകുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. 10-30 കൂട്ടാളികളെ നമുക്ക് നഷ്ടമായി കഴിഞ്ഞു. ഇപ്പോൾ അജ്ഞാതനെ കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി, ഗതികേടിലാണ്. ഒന്ന് തീവ്രവാദം നടത്തി സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അജ്ഞാതം വരും, വെടിവെച്ച് കൊല്ലും. വീട്ടിൻ്റെ വെളിയിറങ്ങാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഭീകരരൊക്കെ കൊല്ലപ്പെട്ടത്? അവരൊക്കെ ഭീകര പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് എന്ന് അയാൾ പ്രസംഗിക്കുകയാണ്. അയാൾ പറയുന്നത് വേറെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അയാൾ പറയുന്നുണ്ട്, നമ്മൾ മുസ്ലിങ്ങളായതുകൊണ്ടാണ്, മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് ഈ അജ്ഞാതൻ വന്ന് വെടിവെച്ച് കൊല്ലുന്നത്. മുസ്ലിം ആണെങ്കിൽ ഈ രാജ്യത്ത് എത്ര മുസ്ലിം ഉണ്ടടാ? ഇന്ത്യയിൽ എത്ര ആയിരം മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്? അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുകയല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. തലച്ചോറിൽ മതം കയറിയ നിന്നെ പോലെയുള്ളവന്മാർക്കൊക്കെയാണ് പ്രശ്നം. ഈ തലയിൽ തലച്ചോറിരിക്കണം. അവിടെ ഈ വിസർജ്യമോ അല്ലെങ്കിൽ ഭീകരവാദമോ രണ്ടും തുല്യമായിട്ടുള്ള കാര്യമാണ്. ഇതിലേതെങ്കിലും ഒരു സാധനമാണല്ലോ നിന്റെ തലയിലിരിക്കുന്നത്. രണ്ടും തുല്യമായിട്ടുള്ള ഒരു സാധനമാണ് തലയിൽ വെച്ചിരിക്കുന്നത്. അതുതന്നെയുള്ള ഭീകരവാദിയായ നിനക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നും മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണം. മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് എത്ര കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഒരു കുഴപ്പവുമില്ലാതെ ഇപ്പോഴും ജീവിക്കുന്നു. ഒരു പ്രശ്നമില്ല. അവരൊക്കെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പ്രശ്നവുമില്ല അവർക്ക്. അവർ രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ച് റെഡിയായി ഇറങ്ങി ജോലിക്കൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് അന്തസ്സായിട്ട് കുടുംബവും നോക്കി ഇരിപ്പുണ്ട്. ഭീകരവാദം നടത്താൻ ഇറങ്ങുന്നവരുടെ എല്ലാം തലയിൽ ഉണ്ട കയറ്റാൻ ഇന്ന് 30 പേരിലേ പോയുള്ളൂ. ഇനി 300 എണ്ണത്തിനെയും കൂടെ തീർക്കാനായിട്ട് അജ്ഞാതൻ വരും എന്നുള്ളതാണ്. അങ്ങനെ തോക്കുകൊണ്ട് ഈ ഭീകരന്മാരെ എല്ലാം വകവരുത്തിയിരുന്ന അജ്ഞാതൻ ഒരു തോക്ക് പോലും വേണ്ട നിന്നെ പോലെയുള്ള കൃമികളെ കൊല്ലാനായിട്ട് അതിന് ഡൊമക്സ് മതി. നീയൊക്കെ തിന്നുന്നതിനകത്ത് ഇത്തിരി ഡൊമക്സ് ഒഴിച്ച് തന്നതിൽ ഹാർപ്പിക്ക് ഒഴിച്ച് തന്നാൽ മതി, നീയൊക്കെ ചത്തു തൊലഞ്ഞ് വീഴുപെടാ ഭീകരന്മാരെ എന്നാണ് നമ്മുടെ അജ്ഞാതൻ പറഞ്ഞത്. ആ അജ്ഞാതൻ എന്ത് ചെയ്തു? ഇവൻ ഈ പറയുന്ന ഖാരി സയ്യിദ് അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഭീകരൻ എന്താ സംഭവം എന്ന് അറിയാം. ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വന്ന ഭക്ഷണത്തിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതിൽ എന്തോ ചേർത്തിട്ടുണ്ട്, വിഷമായിരിക്കാം. വിഷമുള്ളിൽ ചെന്നാണ് ഇവൻ പിടഞ്ഞു വീണ് മരിച്ചത് എന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശിക ഭരണകൂടം ഒക്കെ സംശയിക്കുന്നത്. അവർ നിഷേധിച്ചിട്ടില്ല, വിഷമില്ല എന്നൊന്നും നിഷേധിച്ചിട്ടില്ല. ഏതായാലും അവൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഇസ്ലാമാബാദിലെ ഒരു മസ്ജിദിൽ വെച്ചിട്ടാണ് എന്നുള്ളത്. ഇനി ഇവൻ്റെ പരിപാടി എന്താണെന്ന് പറയുക. സൗത്ത് പഞ്ചാബ് യൂണിറ്റിലെ ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇവൻ്റെ ജോലി എന്താണെന്ന് അറിയാമോ? ഭീകരവാദികളായിട്ടുള്ള ആൾക്കാരില്ലേ, ഈ ഭീകരവാദികളുടെയൊക്കെ കുടുംബങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ സമാധാനമായി ജീവിക്കുന്ന മനുഷ്യരെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ട് അവിടെ വന്ന് ആക്രമണം നടത്തി സാധാരണക്കാരായ ഒന്നും അറിയാത്ത മനുഷ്യരെ ചുട്ടുകൊന്നിട്ട്
ഇവിടെ വെച്ച് പോലീസോ പട്ടാളമോ ഒക്കെ വെടിവെച്ച് കൊല്ലുകയോ ഇല്ലെങ്കിൽ നാട്ടുകാർ വളഞ്ഞിട്ട് പട്ടിയെ തല്ലുന്ന പോലെയൊക്കെ ചവിട്ടിയും അടിച്ചും ഒക്കെ കൊന്നിട്ടുള്ള ഭീകരന്മാരൊക്കെ ഉണ്ടല്ലോ, ആ ഭീകരന്മാർ പൊട്ടിത്തെറിച്ചൊക്കെ മരിക്കുന്നവന്മാരുണ്ട്. ഹൂറിയെ കിട്ടുമെന്ന് വിചാരിച്ച് പൊട്ടിത്തെറിച്ച് മരിക്കുന്ന ഭീകരന്മാരുടെ കുടുംബങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ട് ഭീകരന്മാർ. ഭീകരന്മാരുടെ പണി ഭീകരതയെ സംരക്ഷിക്കുക, അതിനെ പാലൂട്ടി വളർത്തുക എന്നുള്ള അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട അവരുടെ ഒരു വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ലഷ്കർ ഇ തോയ്ബയ്ക്കുണ്ട്. ആ ലഷ്കർ ഇ തോയ്ബയുടെ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ പറയുന്ന കാരി അബ്ദുൾ അസീസ്, സയ്യിദ് അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഭീകരൻ. അവനാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട ചുമതലയൊക്കെ. ഇത് മാത്രവുമല്ല, ഇവൻ്റെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇവൻ മുംബൈ അറ്റാക്കിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഭീകരനാണ്. നമ്മൾ ഈ മുംബൈ അറ്റാക്ക് എങ്ങനെ നടന്നു എന്നുള്ളതൊക്കെ ഈ ഇത് നമ്മൾ കണ്ടല്ലോ, ദുരന്തർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അതിൻ്റെ പാർട്ട് 2 വ്യക്തമായിട്ട് കണ്ടതാണ്. അതിനകത്ത് ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട്, അതിനകത്ത് ഒരുപാട് പേർ ഇൻവോൾവ് ആയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധം നടത്തിയത് ഒരു ഭീകരൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത. അവനെ തോക്കുകൊണ്ട് വെടിവെച്ച്, സാധാരണഗതിയിൽ ബൈക്കിൽ വരും, ചാടി ഇറങ്ങും, അജ്ഞാതൻ വരും, വെടിവെക്കും, പട്ടപ്പട്ടയെന്ന് 5-6 ബുള്ളറ്റ് അവൻ്റെ നെഞ്ചിലേക്ക് ഏറ്റു വന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ അജ്ഞാതൻ ഭയങ്കര വെറൈറ്റി കാണിക്കാറുണ്ട്. സാധാരണ ഈ സിഗ്നലിൽ വെച്ചിട്ട് വെടിവെക്കുക, കടയിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെടിവെക്കുക, ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ചെയ്യുന്ന അജ്ഞാതൻ കഴിഞ്ഞ തവണ സെൽഫി ഇങ്ങനെ മൊബൈലിലെ ക്യാമറ ഓണാക്കിക്കൊണ്ട് നേരെ വന്ന പടപടയെന്ന് വെടിവെക്കുകയായിരുന്നു. വീഡിയോ എടുത്തു, കൊന്നിടുന്നതിൻ്റെ വീഡിയോ തെളിവിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞോട് ആ വീഡിയോ എടുത്തിട്ടാണ് വെടിവെച്ച് കൊന്നത്. ആ അജ്ഞാതൻ ഇപ്പോൾ പുതിയൊരു വെറൈറ്റി കാണിച്ചിരിക്കുകയാണ്. അത് തോക്ക് പോലും ഇല്ല, ഇവൻ നടന്ന് കയറി വരുമ്പോൾ കുഴഞ്ഞു വീണ് ചാവുന്ന രീതിയിൽ വേണ്ട കാര്യം അവൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തു എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ മുമ്പ് ഈ ഇസ്രായേൽ ചെയ്തിട്ട് പേജർ പൊട്ടിത്തെറിച്ചതോടുകൂടി ഭീകരന്മാർക്കൊക്കെ വലിയ ഭയമായിരുന്നു പേജർ ഉപയോഗിക്കാൻ, മൊബൈൽ ഉപയോഗിക്കാൻ. മറ്റേ ആയത്തുള്ള അലി ഖുമൈനി എന്ന് പറയുന്ന ഒരുത്തുണ്ടല്ലോ, മണ്ണിനടിയിൽ അങ്ങോട്ട് വെച്ച് ചത്തുപോയി ഇറാനിലുള്ള, അവൻ്റെ മകനുണ്ട് മുജ്തബ ഖുമൈനി എന്ന് പറയുന്നത്. അവനൊക്കെ മണ്ണിനടിയിൽ ബങ്കർ ഉണ്ടാക്കും വലിയ ആഴത്തിൽ. അതിനടിയിൽ പോയി മണ്ണെണ്ണ വിളക്കം കത്തിച്ചാണ് ഇരിക്കുന്നത്. കാരണം ഇലക്ട്രിക്കിൻ്റെ ഒരു ഉപകരണം, ഒരു LED ലൈറ്റ് പോലും കത്തിച്ച് വയ്ക്കാൻ പേടിയാണ്. അതും പൊട്ടിത്തെറിക്കുമോ, മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല, വാക്കി ടോക്കി ഉപയോഗിക്കില്ല, ഒന്നും ഉപയോഗിക്കില്ല. കാരണം അത് പൊട്ടിത്തെറിക്കുമോ എന്നുള്ള ഭയം കാരണം മണ്ണിനടിയിൽ പോയി ഈ മണ്ണെണ്ണ വിളക്കം കത്തിച്ച് വെച്ച് അങ്ങനെ ഇരിക്കലാണ് പതിവ്. അതായത് മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഭീകരന്മാർക്കൊക്കെ ഭയമാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും ഭീകരന്മാർക്ക് ഭയമായിരിക്കും. എപ്പോഴാണ് കുഴഞ്ഞു വീണ് ചാവുന്നതെന്ന് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. വെളിയിലിറങ്ങാൻ ഭയന്നിരിക്കുന്ന ഭീകരന്മാർ ഇപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ, അപ്പോൾ ഒന്നുകിൽ ഭീകരന്മാരെ അജ്ഞാതൻ വന്ന് വെടിവെച്ച് കൊല്ലും, അതല്ല വെളിയിലിറങ്ങി അജ്ഞാതൻ വന്ന് വെടിവെച്ചു. ഇനി വീട്ടിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാലോ, ഭീകരവാദിക്ക് അവിടെയും രക്ഷയില്ല. അവിടെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് വിഷമുണ്ടായിരിക്കും. ഭീകരൻ ആ പേടിയിലാണ്. ദുരന്തർ സിനിമയൊക്കെ ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിച്ചക്കാരെയൊക്കെ പാകിസ്ഥാനിലെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട്. ഇവൻ ദുരന്തനാണ്, ID കാർഡാ, നോക്കട്ടെ നീ ഇന്ത്യക്കാരനാണോടാ, നിന്റെ സംശയമുണ്ടല്ലോടാ, നിന്റെ ഊരും പേരും ഏതാടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിച്ചക്കാരെയൊക്കെ, പാകിസ്ഥാനിലെ പിച്ചക്കാർക്ക് കിടക്കപ്പുറതി ഇല്ലാത്ത കാലമായിരുന്നു കുറേ നാൾ. പാകിസ്ഥാനിലെ പോലീസ് ചെല്ലുന്നു, ഇവൻ ഇന്ത്യയുടെ സ്പൈ ആണോ എന്ന് നോക്കുന്നു. അങ്ങനെ പേടിയായിരുന്നു. ആ പേടിയെല്ലാം ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ വെറൈറ്റി അദൃശ്യനായി നിന്ന് കൊലപ്പെടുത്തുന്ന അജ്ഞാതൻ ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും അജ്ഞാതൻ ദിനം പ്രതി ആ സ്കോർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അജ്ഞാതനോട് എങ്ങനെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കണമെന്നറിയാത്ത അവസ്ഥയാണ് ഇന്ത്യക്കാർക്കുള്ളത്. കാരണം ഓരോ ഭീകരൻ്റെയും തലയിൽ ഉണ്ട കയറ്റാൻ മാത്രമല്ല, വയറ്റിൽ വിഷമിട്ടവനെ പിടഞ്ഞ് മരിക്കുന്ന രീതിയിലാക്കാനും കഴിയും. ഏതായാലും രാക്ഷസ നിഗ്രഹണം എന്ന് പറയുന്നത് ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്തമാണ്. അത് തന്നെയാണ് നമ്മുടെ അജ്ഞാതൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭീകരന്മാർക്കെല്ലാം കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നു. ഒന്ന് ഭീകരവൃത്തി ചെയ്ത് ജീവിക്കാനെങ്കിലും അനുവദിക്കൂ എന്ന് പറയുന്ന കരയുന്ന ഭീകരന്മാരുടെ കോലമാണിപ്പോൾ കാണുന്നത്. ഏതായാലും ഭീകരന്മാർക്ക് പുതിയ രീതിയിൽ കൊല്ലപ്പെടാനുള്ള ചാൻസുകൾ വീണ്ടും അജ്ഞാതൻ ഒരുക്കി നൽകുന്നതാണ്. നമുക്ക് ആ വാർത്തകൾ കൂടി വരുമ്പോൾ അതിനായി കാത്തിരിക്കാം. മറ്റാരും പറയാത്ത വാർത്തകൾ ഞങ്ങൾ പറയുന്നുണ്ട്. ഉറപ്പായും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണേ.